സുദീർഘമായ ഒരു പ്രസംഗത്തിനും സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇത് നോമ്പ് കാലഘട്ടമാണ്. ഇപ്പം തന്നെ നോമ്പ് തുറക്കാനുള്ള ഇതിലാണ്. ഈ സാഹചര്യത്തിൽ പോലും ഇത്തരമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷത്തിൻ്റെ കാര്യം ഈ അധ്യാപക സമൂഹം ഞങ്ങളെ കൂടെ കൂടി എന്നുള്ളതല്ല, ജനം മൊത്തം ഇന്ന് ലഹരിവിധ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മുൻപന്തിയിലുണ്ട്. ഇന്ന് ലഹരി അടിച്ച് അക്രമാസക്തനായ ഒരു ചങ്ങാതിയെ ഞങ്ങൾ പിടിക്കാൻ അത്യാവശ്യം ബലപ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പൊതുസമൂഹം ഉണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമാണ്. ആ യോദ്ധാക്കളായി നിങ്ങളെല്ലാവരും മാറണം. അല്ല, കുട്ടികളോട് എനിക്കൊന്നും പറയാനില്ല. കുട്ടികളോട് പറയുന്നത് കതിരിൽ വലം വയ്ക്കുന്നതിന് തുല്യമാണ്. രക്ഷാകർത്താക്കളാണ്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. നമ്മുടെ DD അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ജാഗരൂകരായിക്കൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾ നമ്മുടെ ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല. ഇതിന് അടിമുടി കൃഷ്ണമാരി മാഡം പറഞ്ഞ പോലെ നമ്മുടെ അടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് യോദ്ധാക്കളായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നും മാത്രം കേരള പോലീസിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ബേപ്പൂർ പോലീസ് സ്റ്റേഷന്റെ അകമഴിഞ്ഞ സഹകരണങ്ങളും പിന്തുണയുണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളുമുള്ള ഇത്രയും വലിയൊരു വിദ്യാലയത്തിലേക്ക് മക്കളെ ചേർക്കാൻ നിങ്ങൾ ഓരോരുത്തരും സ്വമേധയാ തയ്യാറാവണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൗത്ത് മാപ്പായിട്ടുള്ള പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കണം. ഒരിക്കൽ കൂടി ശ്രീ പ്രദീപിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനിയും ഇത്തരമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.